It is the property of all of you who have given every paisa, every rupee to the Congress party to build for the nation. ഇവിടെ നാഷണൽ ഹെറാൾഡിന്റെ പേരിൽ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ ഇവർ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു, കോൺഗ്രസിന് കൊടുക്കുന്ന ഫണ്ടുകൾ മരവിപ്പിക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരൻ ഈ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിന് വേണ്ടി കൊടുത്ത പണമാണ്. അത് ഏതെങ്കിലും കുടുംബത്തിന്റെ പണമല്ല. നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച, ഈ തെരുവുകളിൽ നിന്ന് സ്വീകരിച്ച നാണയത്തൊട്ടുകളാണ് ഈ ബിജെപിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന് വേണ്ടി സ്വരൂപിച്ച പണമാണ്. ഈ ബിജെപിയുടെ നേതൃത്വത്തിൽ ഇവർ ഇന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Without evidences, they are arresting our chief ministers, opposition party chief ministers. Every day they are raiding our Congress leaders, including in my constituency. Not even a single BJP leader they have raided. And you should also know that they have not even touched your chief minister, Kerala chief minister family. Your Kerala chief minister also is a part and an aligned partner of them unofficially. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് കർണാടകയിലെ ക്യാബിനറ്റിലെ പല മന്ത്രിമാരുടെ വീടുകളിലും റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരാളുടെ വീടുകളിൽ മാത്രം റെയ്ഡ് ചെയ്യുന്നില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം അവരുമായി നടത്തുന്ന രഹസ്യമായ താണ്ഡവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് ഞാനിവിടെ പറയുകയാണ്. Please tell us. You have to tell us. You can understand. You are a more enlightened people, educated people. When they are harassing all the opposition, when they are arresting people without evidences, when there are so many evidences in the ruling government, they have not touched your chief minister and the family. Is this not an understanding between the BJP and the LDF? You please answer to this. നിങ്ങളൊക്കെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കറിയാം, ഒരു തെളിവുമില്ലാതെയാണ് ഈ പറയുന്ന നേതാക്കളെയൊക്കെ ഇഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവർ അന്വേഷണം നടത്തുന്നില്ല. അതിൽ തുറന്നു കാണിക്കുന്നത് അവരും ഇടതുപക്ഷവും ബിജെപി നടത്തിയിട്ടുള്ള രഹസ്യമായ ഇടപെടലാണ് എന്ന് ഞാനിവിടെ പറയുകയാണ്. Today Kerala is facing a lot of financial crisis. Financial administration has gone to the dogs. But Kerala is not fighting for it. And BJP is also not supporting for Kerala. They are hating for the development of Kerala. ഇന്ന് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനെതിരെ കേന്ദ്രത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. പക്ഷേ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ബിജെപി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റും കേരളത്തിനോട് അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങളുടെ ഇടയിലേക്ക് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല എന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. After Karnataka raised its voice that we fought for our taxes, we fought for our tax. After looking at your Kerala also demonstrated in Delhi. Till then, I want to ask you, why you did not fight against the BJP and the NDA or your share? ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് കർണാടക സർക്കാരാണ്. അത് കണ്ടിട്ടാണ് കേരളവും ഒരു സമരം നടത്തിയത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്ത് സമരത്തിന് വേണ്ടി, എന്ത് നേട്ടമാണ് ആ സമരത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചത്? എന്ത് അവഗണനയാണ്, എത്രമാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ച തുക എന്ന് പോലും വ്യക്തമാക്കാൻ ആ സമരം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല.